നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. നല്ല ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ ബാഗ് അധികമൊന്നുമില്ല. പോകുന്ന സമയത്ത് കൂടുതലൊന്നും എടുക്കുകയില്ല. ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വരുന്ന സമയത്താണ് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവൽ. പിന്നെ നമ്മളെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഫുഡാണ്. നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും വാങ്ങിക്കില്ല, ഉണ്ടാക്കി കൊണ്ടുപോയാൽ ചെയ്യില്ല. ഇത് ഞാൻ സാധനമെല്ലാം കാലിയാക്കുന്ന സമയത്ത് ബാക്കി വന്ന മുരിങ്ങക്കാലാണ് കേട്ടോ. ഇത് ഞാൻ കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവിച്ചു കൊടുത്തതാണ്. മുന്നേ ഇത് കഴിക്കലുണ്ട്, അതിന് ഞാനിത് കൊടുത്തതാണ്. ഞാൻ ഇവളെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കുളിപ്പിക്കാനുണ്ട്, ഡ്രസ്സ് ഇടിപ്പിക്കാനുണ്ട്, എല്ലൊരു ടാസ്ക്കാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ റെഡിയായിട്ട് വന്നു. നയൂനും കുളിപ്പിച്ചു. ഇടയിൽ അവൾക്ക് ചുമയുണ്ടായിരുന്നൊക്കെ അവൾ ഒറ്റ കഴിച്ചോളൂ കേട്ടോ. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മളെ ട്രെയിൻ 12 മണിക്കാണ് കേട്ടോ. അപ്പോൾ സമയം 10:30, 1 മണിക്കൂർ ദൂരമുണ്ട് നാഗ്പൂരേക്ക്. നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ശിഖർ സാർ വരുന്നുണ്ട്. ഇതാട്ട ലഡു. ബായ് ലഡു. ഇതുണ്ട് രണ്ടാളും സ്നേഹപ്രകടനം. പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹപ്രകടനം. അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ കിരിയും പാമ്പുമാണ്. ഒരാളും കൂടി ഉണ്ട്, നേരത്തെ കണ്ടില്ലേ ലഡു. 3 ആളും കൂടി അടി പിടിയാണ്. ഒരാൾ മുടി പിടിക്കുമ്പോൾ മറ്റാൾ കടിക്കും. പക്ഷെ തമ്മിൽ കാണാണ്ടിരിക്കാനും പറ്റൂല. ബൈ ബൈ, ഇങ്ങോട്ട് നോക്ക്. ബൈ ബൈ. ശരി എന്നാ ദീദി. കൗശി ബൈ. ലഡു ബൈ. ലഡു അടുത്ത ഡാൻസ് കളിക്കുന്നുണ്ടോ? ലഡുനോട് ബൈ പറ, പോന്ന് പറ. അപ്പോൾ നമ്മളെ ഇന്ന് കൊണ്ടുവിടാൻ വരുന്നത് ശിഖിൽ സാറാണ്. അപ്പോൾ പോകുന്ന വഴി ശിഖിൽ സാറിനെ കൂട്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സാറ് കാർ ഇവിടെ തന്നെ കൊണ്ടിടും. മതി മതി മതി, ഉള്ളിലോട്ട് വാ. കോനെ मैं जा रही हूँ लड्डू, हम जा रही हूँ. बाय. ഇഷാനതാ ബൈ. ഇഷാനെ ഇല്ലേ മതി ബായ് മതി. അങ്ങനെ എല്ലാവരോടും യാത്ര വന്നിട്ട് ഒരു മാസത്തെ ലീവിന് പോകുന്നതാണ്. ഇപ്പോൾ 3 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നുണ്ടല്ലേ അമ്മ? പോകുന്നുണ്ട്. നമ്മൾ ആദ്യം വന്ന സമയത്ത് അങ്ങനെ കുറവായിരുന്നു. ഓണത്തിനെല്ലാം ഇവിടെ തന്നെ ആഘോഷിച്ചത്. ഈ വർഷത്തെ ഓണം നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു, നാട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ നമ്മളെ ആദ്യത്തെ ക്വാർട്ടറിലെത്തിയിട്ട്, അതായത് നമ്മുടെ പഴയ ക്വാർട്ടർ. ശരിക്കും ഇവിടെ ഒരു നൊസ്റ്റാണ് ആ ബാൽക്കണി. ഇതാണ് ശിഖിൽ സാറ്. ആള് കോഴിക്കോട് തന്നെയാണ്. ഫാമിലിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഡൈന് കണ്ണടയെല്ലാം വെച്ച് ഗെറ്റപ്പിലിരിക്കുന്നുണ്ട്. ഇവിടെ മെട്രോൻ്റെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നാഗ്പൂർ മുതൽ കമ്മിറ്റി വരെയാണ് എൻ്റെ മെട്രോ വരുന്നത്. അതിൻ്റെ ഇടയിൽ നൈനു സൈഡായി. എന്നെ അടുത്തുന്നവരെ നൈനു ഉറക്കായിരിക്കും. ഇത് കണ്ടില്ലേ മെട്രോൻ്റെ? ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചേ കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. ഇതിലെ ഇപ്പോൾ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 1 വർഷമെല്ലാം കഴിയുമ്പോഴേക്ക് ഫുള്ള് കണക്ഷൻ റെഡി ആവുമായിരിക്കും. അയ്യോ, ഇത് 100 വർഷമായ ബിൽഡിംഗ് ആണോ? ഇവിടെ സൈഡിൽ എഴുതിയിട്ട് 100 years ആനിവേഴ്സറി എന്ന്. ഇതാണ് കേട്ടോ നാഗ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടിട്ട് ശിഖിൽ സാർ കാർ എടുത്തിട്ട് പോലായി. ഇനിയാണ്
ടാസ്ക്. വേറൊന്നുമല്ല, നൈനൊന്നും കൊണ്ടിട്ട് നാട്ടിലെത്തുന്നവരെ ടാസ്ക് തന്നെയായിരിക്കും. പോവാല്ലേ നമുക്ക്? അപ്പം ഈ മോളും അങ്ങനെ ഓടിക്കയറുന്നുണ്ട്. നൈനിനൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി, ഇനി ഓടിക്കോളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ ബാക്കിലൊരു ബാഗ്, സൈഡിലൊരു ബാഗ്, ഫുഡിൻ്റെ കവറ്, ട്രോളി ഇതെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. തിരിച്ച് വരുന്ന സമയത്താണ് തേങ്ങയും അങ്ങനത്തെ സാധനമെല്ലാം കൊണ്ടുവരില്ല. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ഒരു 11:40 ആകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടാണ്. ഹായ് പറഞ്ഞു. നമ്മളിവിടെ പോകുന്നത് 12:15 കേട്ടോ ഇപ്പോൾ ട്രെയിൻ ടൈം കാണിക്കുന്നത്. അത്ര വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കണ്ട പാളത്തിൻ്റെ ഇടയിലും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലും പോകുന്ന ആൾക്കാരെ കണ്ട എലികൾ, പെരിച്ചാഴിയുടെ അത്ര വലിപ്പമുള്ള എലിയാണ് കേട്ടോ അതെല്ലാം. കേട്ടോ എത്ര എണ്ണം കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു ഗായ്സ്. നമ്മുടെ കേരള എക്സ്പ്രസ് വന്നിട്ടത്. ഞങ്ങൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. ഒന്നുകിൽ പാലക്കാട് ഇറങ്ങിയിട്ട് പോകണം, അല്ലെങ്കിൽ ചെന്നൈ പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം. അവിടുന്ന് മാറിക്കയറണം. ഇത് ഞങ്ങൾ പാലക്കാട് പോയിട്ട് ഇനി അവിടുന്ന് മാറിക്കയറേണ്ടി വരും. വരുന്ന B3 കേട്ടോ നമ്മളെ ബോഗി. कॉफी कॉफी बढ़िया स्पेशल कॉफी बढ़िया कॉफी. ഇത് കേരള എക്സ്പ്രസ് ആയതുകൊണ്ട് കുറേ മലയാളം ഉണ്ടാവും കേട്ടോ ഇതിൽ. ഇത് തമിഴാണ്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് മലയാളി തന്നെയാണ് കേട്ടോ, ആർമിക്കാരൻ തന്നെയാണ്. നമ്മളെ സീറ്റ് പറയുന്നത് ഒന്ന് സൈഡ് അപ്പറും ഒന്ന് മിഡിലുമാണ്. ഇപ്പോൾ നൈനും ഉള്ളതുകൊണ്ട് വയസ്സായ അവർ പറഞ്ഞു ലോവർ എടുത്തോ, ഞാൻ മിഡിൽ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോവർ എടുത്തു, അലോട്ടെ സൈഡ് അപ്പർ എടുത്തു. അങ്ങനെ ബെഡ്ഷീറ്റും പില്ലോ കവറെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നു കേട്ടോ. പെട്ടിയെല്ലാം ഒന്ന് സെറ്റാക്കിന് വെച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. പിന്നെ നാരങ്ങ, നൈനൂന് നാരങ്ങ, ആപ്പിള്, ചോളം എല്ലാം വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിന്. ഇങ്ങനെ ഓരോന്ന് വരും കേട്ടോ, കമ്മൽ, മാല, അങ്ങനെയെല്ലാം. ഈ സ്നാക്സ് എല്ലാം വരുമ്പോൾ, ഈ ചോക്ലേറ്റ്സ് എല്ലാം വരുമ്പോൾ നൈനൻ്റെ കണ്ണ് അങ്ങനെ അടച്ച് വെക്കും. അല്ലെങ്കിൽ വേണം എന്ന് പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ ഇവർ രണ്ടാളും കമ്പനിയാവുന്നുണ്ട് കേട്ടോ. ഈ അങ്കിളിന് നൈനെ പോലത്തെ ഒരു കൊച്ചുമോളുണ്ട്. ഇവരെ ഫോട്ടോസെല്ലാം ഞങ്ങളെ കാണിച്ചു തന്നു കേട്ടോ. ഇത്ര നാളും നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമ്മളെ ബോഗിൽ ഫുള്ള് പിള്ളേരുണ്ടായിരുന്നു നൈനോട് കളിക്കാൻ വേണ്ടി. ഇപ്രാവശ്യം കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കൊരാശ്വാസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വേറെ എവിടെയും പോവില്ല, നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കും. പിള്ളേരുണ്ടാകുന്ന സമയത്ത് അവരൊക്കെ എന്നെ കളിക്കും. അപ്പം മുകളിലോട്ട് കിടക്ക്, മുകളിലോട്ട് കിടക്ക്, എടീച്ചിട്ട് പോ, കിടക്ക്. എടി ആ സൈഡിലോട്ട് കിടക്ക്, ആ സൈഡിലോട്ട് തലേണ വെച്ചിട്ടില്ലേ. അങ്ങനെ അലോട്ടിന് മുകളിൽ കയറി കിടന്നു ഗൈസ്. അങ്ങനെ നൈനും ഉറങ്ങി, ഞാനും കുറച്ച് സമയം ഉറങ്ങി, അലോട്ടിനും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. അങ്ങനെ നൈസിൽ നൈനു കളിക്കാനുള്ള പിള്ളേരെ നൈനു തന്നെ അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. വൈകുന്നേരം കണ്ടോ സൺസെറ്റ് കണ്ടോ, എന്ത് രസമല്ലേ. അങ്ങനെ രാത്രിയായി, എല്ലാവരും കിടന്നുറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. നൈനുവിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒരു ഉച്ചയാകുമ്പോൾ ഇനി പാലക്കാടെത്തും. പാലക്കാട് എത്തുന്നവരെയുള്ള ഫുഡെല്ലാം ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്ന് ഇനി പാലക്കാട് എത്തിയിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് വാങ്ങണം. അങ്ങനെ പാലക്കാടെത്തി. അവിടെ ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ, പുറത്താണ് പോയിട്ടുള്ളത്. ഇനി വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പാലക്കാട് ഒരു മണിയാകുമ്പോഴാണ് പാലക്കാട് എത്തിയത്. ഇനി നമുക്ക് കാസർഗോഡേക്ക് ട്രെയിൻ വരുന്നത് 4 മണിക്കാണ്. കാഞ്ഞങ്ങാടോ നീലേശ്വരോ സ്റ്റോപ്പില്ല, നേരെ കാസർഗോഡേക്ക്. നമുക്ക് വേറെ ട്രെയിൻ വരൂലേ? ആ ഇവിടെ
ട്രെയിൻ വരും. ഇപ്പോഴേ വരൂല, 4 മണിക്കേ വരും. ഞാനിവിടെ തിന്നാൻ എന്ത് വേണ്ടേ? ദോശയാ? ബിരിയാണി തിന്നുവാ? ദോശ വേണ്ടേ? ഇപ്പൊ ദോശ കിട്ടൂല, ഉച്ചയല്ലേ, ഉച്ച ആയില്ലേ, ദോശ കിട്ടൂല, ബിരിയാണിയെ കിട്ടൂല. പച്ചച്ചോറ് മതിയാ? നോക്കട്ടെ കേട്ടാ. ആ അങ്ങനെ ഫുഡ് കൊണ്ട് ദേ വരുന്ന ഒരാൾ, പിന്നെ അയാളോട് ഫുഡ് കൊണ്ട് വരുന്നുണ്ട്. പെട്ടെന്നൊന്ന് ഫുഡ് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. പിന്നെ സാമ്പാർ, പപ്പടം, മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ചിട്ട് വരാം. അച്ചാറ് കൂട്ടിന് അങ്ങനെ തിന്നലാന്ന് മറ്റേ കൈ കൊണ്ടൊന്ന്. അങ്ങനെ നൈനൂന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. മീൻ പൊരിച്ചതും അച്ചാറും കൂട്ടിയിട്ട് നല്ലോണം കഴിച്ചു. അങ്ങനെ ഫുഡും കഴിച്ച് തീർന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ വിശപ്പുണ്ടായതുകൊണ്ടോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൈനു ഫുഡ് എങ്ങനെ ഉണ്ടായിനി? നല്ല ഉണ്ടായത്? സൂപ്പറല്ലേ ഉണ്ടായിനി? പറ, എങ്ങനെ ഉണ്ടായിനി ഫുഡ്? സൂപ്പറാ? നൈനു ഇതിനേക്കാളും ചെറുതുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കേട്ടോ നൈനുവിനെ കൊണ്ടുവരൽ, പെട്ടിയിലെടുത്തിട്ട്. ഇപ്പോൾ ആകുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടിയില്ലേ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വലിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അവൾ പറയും അതിലിരിക്കണം എന്ന്. ഇനി നമ്മൾ അടുത്ത ട്രെയിനിന് വെയിറ്റ് ചെയ്യണം, നേരെ കാസർഗോഡേക്ക്. പറഞ്ഞു വരുമ്പോൾ ഇതാ വരുന്ന ട്രെയിൻ. നമ്മൾ അടുത്തുള്ളത് ഒരു തമിഴ് ഫാമിലി ആയിരുന്നു കേട്ടോ. ഈ ട്രെയിൻ പഴയ ട്രെയിനാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട് ഇറങ്ങിയില്ലേ, അതിനേക്കാളും വൃത്തിയുണ്ട്, അതിനേക്കാളും എത്രയോ ഭേദം ഇത്. ഇവരുടെ കൂടെ കുറച്ച് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരുപാട് സംസാരിച്ചു കേട്ടോ. ഇവർ മൊത്തം ഫാമിലി ഗോവക്ക് പോവാന്ന്, അവരെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക്. அதுக்கு ட்ரெயின் போயிருமோ? இல்லை അതിന് ഒരുപാട് സംസാരിച്ചു കേട്ടോ. നമ്മൾ കാസർഗോഡ് എത്തുന്ന സമയത്ത് നമ്മൾ ലഗേജ് എല്ലാം ഇറക്കാൻ വേണ്ടി സഹായിച്ചു. പിന്നെ അവരെ ഫോൺ നമ്പറൊക്കെ നമുക്ക് തന്നു കേട്ടോ. ഇവർക്ക് തുണിയുടെ ഹോൾസെയിൽ കച്ചവടമാണ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേന്ന് പറഞ്ഞിട്ട് നമ്പറെല്ലാം തന്നു നമുക്ക്. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പുതിയ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുന്നത്. യൂട്യൂബ് ചാനൽ இருக்கு எனக்கு. അങ്ങനെ നമ്മൾ ഒരു 9:50 ആകുമ്പോഴേക്ക് കാസർഗോഡ് എത്തി. இங்க வச்சிடுங்க. தேங்க்யூ. கண்டிப்பாக கூட லவ் யூ. கை கொடுக்கு நைனு. நைனு சரி. சரி, மீண்டும் ஒரு முறை சந்திப்போம். நீங்க திருப்பூர் வந்து கண்டிப்பா வரும். சரி. எப்படி നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഇതുപോലെ കുറേ ആൾക്കാരെ നമ്മൾ കാണലുണ്ട് കേട്ടോ. ഒരക്ഷരം പോലും മിണ്ടാത്തവരും കാണും. അവരൊന്നും നമ്മൾ ഇന്ത്യക്കാരില്ല കേട്ടോ, അതൊരു വേറെ കാര്യം. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് അനിയൻ കൂട്ടാൻ വന്നു കേട്ടോ. ഇതാണ് അനിയൻ ചിക്കു. ലഗേജെല്ലാം കാറിൽ പറക്കി വെച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോലായി.
കാസർഗോഡ് നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരം അത്രേ ഉള്ളൂ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗായ്സ്. അച്ഛനും അമ്മയും പുറത്തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നാട്ടിലെത്തിയോണ്ട് കുറച്ച് ദിവസം ബിസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.